നീ അവലംബിച്ചിട്ടുള്ള വിജയമാർഗം എന്തൊക്കെയാണെന്നൊന്ന് പറയാം. നമ്മുടെ കച്ചവടത്തിൻ്റെ വിജയം നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് മെയിനായിട്ട്. ഏത് സംരംഭം വിജയിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പ്രയത്നം കൊണ്ട് തന്നെയായിരിക്കും വിജയിക്കുന്നുണ്ടാവുക. അല്ലാണ്ട് ഒരാൾ സ്വന്തമായിട്ട് വിജയിക്കും എന്ന് എനിക്കതിനെപ്പറ്റി അറിയില്ല. നമ്മളെ കൂടെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെ ഹാർഡ് വർക്കും കൂടി വേണ്ടത് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അത് മാത്രം തന്നെയാണ്. പിന്നെ മറ്റുള്ളവരുടെ പ്രാർത്ഥനയും നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ പ്രാർത്ഥനയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സ്ഥാപനം ഒരാൾ തുടങ്ങി, ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് അതെങ്ങനെയെങ്കിലും ഒരു വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഇതാണ് ഉണ്ടാവുക. പക്ഷേ ഒരു സ്ഥാപനത്തിൽ നിന്ന് അതിങ്ങനെ വളരും തോറും ഇങ്ങനെ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരും. കൂടിക്കൂടി വരുമ്പോൾ ഈ സ്റ്റാഫുകളെല്ലാം നിയന്ത്രിക്കാനുള്ളൊരു പ്രശ്നം ഉണ്ടാവും. എങ്ങനെയായാലും എൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു നിയന്ത്രണത്തിൽ നിങ്ങളിങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ മറ്റുള്ളവരെ നമ്മളെ സ്വന്തം ആൾക്കാരനെയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരെ നിയന്ത്രിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഊന്നിപ്പറയുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ ഈ ബിസിനസ് ഇങ്ങനെ. ഞാൻ നമ്മുടെ ഷോപ്പിൻ്റെ പ്രത്യേകത എന്നറിയാം, മറ്റുള്ളവരെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഷോപ്പിൽ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്താൽ, എൻ്റെ അനിയനോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവോ അല്ലെങ്കിൽ സ്റ്റാഫിനെ ഏൽപ്പിച്ചാൽ അവൻ ആ ഷോപ്പിൻ്റെ സ്വന്തമായിട്ട് നടത്തുന്നത് അവൻ്റെ തന്നെയാണ് ഷോപ്പ്. അവനക്ക് തന്നെ ഫുൾ സ്വാതന്ത്ര്യം, സാധനം വാങ്ങിക്കാനും വിൽക്കാനും എടുക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യം അവൻ്റെ സ്വന്തം ഷോപ്പിൻ്റെ സൗകര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്. നമ്മളതിനെ ചോദ്യം ചെയ്യൊന്നുമില്ല. അവന് ഫുള്ള് എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് അവൻ്റെ ഇഷ്ടമാണ്. അത്രയും ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും. പിന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കും. പിന്നെ എൻ്റെ ഷോപ്പിൽ മീൻസ് എൻ്റെ സ്റ്റാഫ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം എൻ്റെ പാർട്ട്നേഴ്സാണ്. അവരെല്ലാം ഇൻവോൾവ്മെൻറ്റ് പാർട്ട്ണറാണ്. എന്ത് ചെയ്യും ഇൻവെസ്റ്റ് എൻ്റെ കൂടെ തന്നെ അവർ വളർന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ അത് നിലനിർത്തിയിട്ട് വേറെ രൂപത്തിൽ ഒരുപാട് മറ്റ് പല രൂപത്തിലും പൈസ ഉണ്ടാക്കിയിട്ട് ഞാനെടുത്തിട്ട് ചെറിയൊരു വിഹിതം അവർ കൊടുക്കുകയെന്നുള്ളതല്ല. അത് അവരാണ് കണക്ക് കൊടുത്തിരുന്നത്. അതിൻ്റെ ഒരു വിഹിതം കൃത്യമായിട്ട് എത്രയാണെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റും. അവരാണ് കണക്ക് തരുന്നത്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ത് ചെയ്യും, എത്രയാണോ പെർസെൻറ്റേജ് പാർട്ണർഷിപ്പ് ഉള്ളത് ആ വിഹിതം അവർ കൊടുക്കും. അവർ നമ്മളെ കൂടെ തന്നെ അവർ വളരുന്നത് കൊണ്ടാണ് എൻ്റെ സ്ഥാപനം വളരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ ബ്രാഞ്ച് തുറക്കുമ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് തരും. അപ്പോൾ ഞാനതിലൂടെ 3 കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും. ഒന്ന്, ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളെ കെയർ ഓഫിലാണ് സ്ഥാപനം കിട്ടുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളെന്ത് ചെയ്യുക പാർട്ണർഷിപ്പ് കൂട്ടാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളതിന് ഹാർഡ് വർക്ക് ചെയ്ത് മെനക്കിടുക. അത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് സപ്പോർട്ടിന് അവർക്ക് ആവശ്യം വരുന്ന അങ്ങനെ മാത്രം എന്ത് ചെയ്യുള്ളൂ റിക്വസ്റ്റ് ചെയ്യുള്ളൂ. അല്ല ഞാൻ അങ്ങനെയാണ് ഇതുവരെ കാര്യങ്ങളൊക്കെ നടന്നു പോയത്. ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയത് ഒരു ഷോപ്പെന്നായിരിക്കുമല്ലോ. ഏകദേശം എത്ര ബ്രാഞ്ചുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ ഉണ്ട്? ഇപ്പോൾ നമുക്ക് 10 ബ്രാഞ്ചുണ്ട്. 10 ബ്രാഞ്ചിലും 9 ബ്രാഞ്ചും നമ്മൾ ഗെയിംസിൻ്റെ ഷോപ്പാണ്. നമ്മളെ ഫീൽഡ് ഖത്തറിൽ തന്നെയാണ്, ടോയ്സ് ആൻഡ് ഗെയിംസ്. നിങ്ങളെ വിദ്യാഭ്യാസ മേഖലയാ ഇത് ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ എന്തോ ഇതല്ലേ പഠിച്ചോ? അല്ല, ഞാൻ SLC കഴിഞ്ഞ ശേഷം IT-ക്കാണ് പോയത്. ടെക്നീഷ്യനായിരുന്നു. ടെക്നീഷ്യൻ. ഇപ്പോൾ അത് നമ്മളെ ഈ സർവീസായിരുന്നു. ഇപ്പോൾ ഈ സർവീസിന് എനിക്ക് മുൻകൈ എടുത്തതും എനിക്ക് പ്രചോദനം നൽകിയതും എൻ്റെ കാരണവനാണ്. കാരണം ടോയ്സിൻ്റെ ഫീൽഡിലായിരുന്നു നേരത്തെ. അവർ മുഖാണ് അവരെ കെയർ ഓഫിലാണ് ഞാൻ ഖത്തറിലേക്ക് എത്തിയത്. അതിനുള്ള പ്രചോദനം തുടങ്ങി തന്നത് എല്ലാവരാണ്. സർവീസ് എങ്ങനെ ചെയ്യണം, മൊയ്തീനിക്ക, മഹമ്മൂദ് ഖാൻ, അതാണ് മെയിനായിട്ട്. മഹമ്മദ് ഖാനെ ഇപ്പം കൃത്യമായിട്ട് ഓർമ്മിക്കുന്നത് എപ്പോൾ എൻ്റെ മനസ്സിലുള്ള നമുക്ക് തന്നെ പണ്ട് തന്നെ ബിസിനസ്സുകാരനായിരുന്നല്ലോ നമ്മളെ നാട്ടിൽ തന്നെ. അതെ കച്ചവടം ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു സാധാരണഗതിയിൽ നമ്മളൊരു കച്ചവടമൊക്കെ തുടങ്ങി വളർന്നാൽ നാട്ടുകാരൊക്കെ മറന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷെ കൂടുതൽ സ്റ്റാഫെല്ലാം നാട്ടിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ അവലംബിക്കുന്നത് അല്ലേ? കൂടുതൽ നിങ്ങളെ കൂടെയുള്ള ആൾക്കാർ അല്ല, നമ്മുടെ നാട്ടിൽ ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും മെച്ചപ്പെടുക. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം നമ്മളെ വീട്, പിന്നെ നമ്മളെ നാട്, പിന്നെ നമ്മുടെ അടുത്ത നാട് എന്നുള്ളതല്ലേ നമ്മളെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന കേസ്. അതേപോലെ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആ രൂപത്തിലാണ് ചെയ്തത്. ഞാൻ ഉദ്ദേശിച്ചതും അതാണ് നാട്ടിലെ ആൾക്കാർക്ക് പ്രചോദനം നൽകിയതൊക്കെ ചെയ്തത്. പക്ഷേ എൻ്റെ എല്ലാ വിജയത്തിനും ഞാൻ എപ്പോഴും സമർപ്പിക്കുന്നത് എൻ്റെ കാരണം മൊയ്തീനിക്കാണ്. വെച്ചാൽ മൊയ്തീനിക്കാൻ്റെ ഫീൽഡ് കാരണം ഇപ്പം ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് വീട് എൻ്റേതാണെങ്കിലും നിങ്ങളാണ് ഇതിൻ്റെ തുടക്കാരണം. يا أبا الزهراء كم أحن إليك للقبات الخضراء جئت أصلي عليك يا جد الحسنين محمد يا زين يا من جئتنا بشرى طه نور العين قلبي في المدينة وجد السكينة قال
സംവിധാനം നടക്കുമോ? ഓൺലൈൻ നടക്കുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ ഷോറൂമിൽ ഇത്രയും വലിയ ഖത്തറിനെ സംബന്ധിച്ച് വലിയ റെൻ്റൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓൺലൈൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. പക്ഷേ ഓൺലൈനിൽ ഒരുപാട് മേഖലകളുണ്ടല്ലോ. അതെ, നിങ്ങളുടെ ഫുഡിലെല്ലാം ഫുള്ളായിട്ട് ഇതന്നല്ലേ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ഗെയിംസ് മാത്രം തന്നെയല്ലോ. അപ്പോൾ ഇനിയുള്ള വേറെ എന്തെങ്കിലും പുതിയ പദ്ധതികൾ നിങ്ങൾ ആസൂത്രണത്തിലുണ്ടോ? ഇല്ല, നമ്മുടെ ഫീൽഡ് ഇതുമായിട്ട് മുമ്പോട്ട് ഞാൻ വേറെ ഒരുപാട് പരിപാടിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതൊന്നില്ല, സക്സസ് ആയിട്ടില്ല. അത് ഞാനല്ല മാനേജ് ചെയ്ത് വേറെ ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾ ഈ ഫീൽഡിൽ തന്നെ കൂടുതൽ ശ്രദ്ധ നേരിടുക. അതെ, ഇതിൽ തന്നെ മുമ്പോട്ട് പോകുന്ന ആഗ്രഹം. കൂടെ എൻ്റെ മക്കളെ കൂടിയിലേക്ക് അങ്ങനെ എൻ്റെ ആഗ്രഹം ബാക്കി തവക്കൽ തുടങ്ങണം. ഈ ഖത്തർ എന്നല്ലാതെ വേറെ ഗൾഫ് കൺട്രീസിലേക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ ഈ കാര്യങ്ങൾക്ക്? ഇല്ല, വേറെ ഞാൻ ദുബൈയിൽ ഒരു പരിപാടി തുടങ്ങിയിരുന്നു കുറേ മുമ്പ്. പക്ഷെ അതെന്തില്ല, വിജയിച്ചിട്ടില്ല അബുദാബിയിൽ. പിന്നെ ഖത്തറിൽ തന്നെയാണ് ഇത് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൽ ഇപ്പം വലിയ വലിയ വൻകിടക്കാർ കുറേ ചെറിയ രാജ്യമാണല്ലോ, വലിയ വലിയ ബിസിനസ് ക്യാമറൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ചെറിയ സ്ഥാപനങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടോ? നമുക്ക് ഇതുവരെ അൽഹംദുലില്ലാ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ആലോചിക്കുന്നു. നമ്മൾ വലിയൊരു ഹൈപ്പായിട്ട് വലിയൊരു ഹൈപ്പർ മാർക്കറ്റായിട്ട് ഈ സംഭവം കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമില്ല. നമ്മൾ ചെറുതായിട്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ബ്രാഞ്ചുകളായിട്ട് കൊണ്ടുപോകാം. അതിന് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കുക, അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് കഴിയുക. അല്ലാണ്ട് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി റിസ്ക് എടുത്തിട്ടോ ടെൻഷൻ അടിക്കുന്നതിനൊന്നും എനിക്ക് എൻ്റെ മൈൻഡിൽ താല്പര്യമില്ല. ഓരോരുത്തർക്ക് ഓരോ മൈൻഡായിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 25 വർഷത്തിൻ്റെ മുകളിലായില്ലേ? 28 വർഷമായി. 28 വർഷമായിട്ട് ഈ ബിസിനസ് രംഗത്ത് തന്നെയാണുള്ളത്. തുടക്കം മുതൽ തന്നെ ജോലിക്കൊന്നും പോയിട്ടില്ല, നേരെ ബിസിനസ്സിലേക്ക് തന്നെയാണ്. ഇല്ല, 3-4 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. 98-ൽ പോയതാണ്. 4 വർഷത്തോളം ജോലി ചെയ്ത് പിന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങി. കാരണം ജോലി ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിറങ്ങി പിന്നെ നമ്മളെ സ്വന്തം സ്ഥാപനം തന്നെ കുറേ ജോലിയായി. പിന്നെ ഞാൻ ഫുൾ മാനേജറെല്ലാം ചെയ്ത് തുടങ്ങിയിട്ടൊരു 10-15 വർഷമായിട്ടുണ്ട്. അതുവരെ എന്ത് ചെയ്യാം, നമ്മൾ ഫുള്ള് ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. 10-15 വർഷമായിട്ടുള്ളൂ നമ്മൾ കുറേ സ്ഥാപനങ്ങളൊക്കെ ആയിട്ടു. 10 വർഷത്തിനിടയ്ക്ക് ഒരു 10 സ്ഥാപനം ആവാന്ന് പറയുമ്പോൾ നല്ലൊരു വളർച്ച തന്നെയാണ് ഒരു കണക്കിന്. 25 വർഷം കൊണ്ട് അതുപോലെ ഒരുപാട് സ്റ്റോപ്പുകൾ ഉണ്ടാവും, തുറക്കുകയും പൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം നിലവിൽ 10 ഷോപ്പ്. അപ്പോൾ ഏകദേശം എത്ര ജോലിക്കാർ ഉണ്ടാവും മൊത്തത്തിൽ? എൻ്റെ അടുത്ത് ടോട്ടൽ 100 സ്റ്റാഫ് ഉണ്ട്. ഇപ്പം ഈ ഗൾഫ് മേഖലയിലെല്ലാം ഇങ്ങനത്തെ സ്ഥാപനം എടുക്കുമ്പോൾ നമ്മൾ ദുബായ് അങ്ങനത്തെ തരത്തിലുള്ള ഒരു സ്പോൺസർ, നിങ്ങളെ ഖത്തറിലും അങ്ങനെ തന്നെയല്ലേ സ്പോൺസർ? ഒരേ സ്പോൺസർ നിങ്ങളെല്ലാ സ്ഥാപനങ്ങളും? അതെ, ഒരേ സ്പോൺസർഷിപ്പ് തന്നെ, ഒരേ ബ്രാഞ്ചാണ്. എൻ്റെ ഷോപ്പിൻ്റെ നെയിം വേൾഡ് ഗെയിം സെൻ്റർ എന്നാണ്. അപ്പോൾ എൻ്റെ ഷോപ്പിൽ ഞാനും ഖത്തറുമായിട്ട് പാർട്ണർഷിപ്പായിട്ടാണ് 4951 പാർട്ണർഷിപ്പായിട്ടാണ് രേഖയുള്ളത്. ഖത്തർ ഒരു പേരിന് മാത്രമായിട്ടുള്ളത്. ഇപ്പം ഖത്തറിലെ മറ്റേ ചില ഷോപ്പുകളൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഖത്തറുമായിട്ട് പാർട്ണർഷിപ്പുള്ളതുകൊണ്ട് ചിലപ്പം അവരെ പിടിച്ചെടുക്കുന്നു എന്നുള്ള പൊതുവെ നമ്മളെ നല്ല സമീപനമല്ല അവിടുത്തെ ജനങ്ങളെ. നമ്മളെ സ്പോൺസറെ സംബന്ധിച്ച് ഇതുവരെ നല്ലതാണ്, നാളെ എന്താവുന്നറിയില്ല. പക്ഷെ അതൊക്കെ വലിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പിനായിരിക്കും. മാത്രമല്ലാതെ അവരൊക്കെ ഇടപെടുന്ന സ്ഥാപനത്തിലായിരിക്കും. നമ്മളെ സ്പോൺസറൊന്നും ഇന്ന് ഇടപെട്ടില്ല ഇതുവരെ. ഇതില്ല നമ്മുടെ കാര്യങ്ങളൊന്നും ഇടപെടുന്ന വിഷയങ്ങളൊന്നുമില്ല. അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രോഫിറ്റ് എല്ലാ മാസവും അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ എന്തായി അവർ ഹാപ്പിയാണ്. ഏതായാലും മുളിവേലിലുള്ള നമ്മളെ നാട്ടിലുള്ള പുതിയ ആളുകൾ ബിസിനസ് രംഗത്തേക്ക് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളോട് അസീസിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അസീസ് ബിസിനസ് രംഗത്തുള്ള പരിചയം ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നൽകാനുണ്ടാവുമല്ലോ, ഒരു അഡ്വൈസ് എന്താണ് കൊടുക്കേണ്ടത്? സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ എല്ലാവരും വിജയിക്കുന്ന എൻ്റെ അഭിപ്രായം. സത്യസന്ധതയ്ക്ക് ഇപ്പം പ്രസക്തി ഉണ്ടാവുന്ന എനിക്കറിയാം. പിന്നെ നമ്മളാരെയും ചതിക്കാണ്ടിരിക്കും, വഞ്ചിക്കാണ്ടിരിക്കും, അതിൽ തന്നെ എപ്പോഴും ധരിക്കും വാല്യൂ ആയിരിക്കും. കാര്യങ്ങൾക്ക് തുറന്നു പറയാം, എന്നാൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതെൻ്റെ സജഷൻ. ഏതായാലും ബിസിനസ്സിൽ ഇനിയും ഉയരട്ടെ, ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാനാവട്ടെ, ഒരുപാട് നമ്മളെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമ്മളായിട്ട് ഇപ്പോൾ ദുബായിൽ ഇപ്പോൾ വന്നത് ബിസിനസ് ആവശ്യാർത്ഥം വന്നതാണല്ലേ? അതെ അതെ, ദുബായിൽ ഇപ്പോൾ വന്നത് ഞാൻ സാധനമൊക്കെ പർച്ചേസ് ചെയ്യാൻ ഞാനും ബ്രദറും വന്നതാണ്. അപ്പോൾ ഞാൻ മുമ്പും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഇവിടുന്ന് ദുബൈയിൽ നിന്നും ചൈനയിൽ നിന്നൊക്കെ സാധനം എടുക്കലുണ്ട്. ചിലപ്പോൾ മാർക്കറ്റിലെ സാധനത്തിന് റേറ്റ് കുറച്ച് കിട്ടിയിട്ട് ഇവിടെ വന്നതാണ്. എന്നാലും മാത്രമേ ഇന്നത്തെ സിറ്റുവേഷനിൽ പിടിച്ച് നിൽക്കാൻ പറ്റും. നമ്മൾ ആദ്യം ലോക്കൽ പർച്ചേസ് ചെയ്യുന്നത്, ഖത്തറിൽ നിന്ന് പർച്ചേസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്നാൽ അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മൾ ബൾക്കായിട്ട് സാധനം എടുക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവസാനമായിട്ട് കൂടുതൽ ധരിപ്പിക്കേണ്ട ഒറ്റ ചോദ്യം കൂടി. ഇപ്പോൾ പുതിയൊരു സിറ്റുവേഷൻ ഉണ്ട്, നമ്മളെ ഗൾഫ് വാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളെ ബിസിനസ് ഖത്തറിലൊക്കെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഇനി അതല്ല പുതിയ ആൾക്കാർക്കൊക്കെ ഉള്ള ജോലി സാധ്യതകളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരു പേടിയിലുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഗൾഫൊക്കെ അസ്തമിക്കുകയാണെന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ട് പലർക്കും. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ
എങ്ങനെയാണ്? ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ വാറിനെ വല്ലാണ്ട് ബാധിച്ചിട്ടില്ല. പക്ഷേ സാധനത്തിന് വല്ലതും റേറ്റ് കൂടിയത് കൊണ്ട് ഇതിൻ്റെ പ്രോഫിറ്റ് മെച്ചം കുറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഫീൽഡാണ്. മറ്റുള്ള ഫീൽഡ് നമുക്ക് അറിയാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. നമ്മളെ ഫീൽഡിൽ സാധനത്തിനൊക്കെ നല്ല റേറ്റ് കൂടിയതുകൊണ്ട് നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് മെച്ചം കുറവാണ് മൊത്തത്തിൽ. നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതെന്ന് വെച്ചാൽ ഒന്നും പ്രയോഗിക്കാൻ നമുക്ക് അറിയാത്ത സിറ്റുവേഷൻ. പക്ഷെ എന്നാലും ബിസിനസ് രംഗത്തൊക്കെ ഇനിയും കാണുന്നത് മെച്ചം തന്നെയല്ല അല്ലേ? മറ്റു വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്നും ഡെവലപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ മീൻസ് ഈ വാറൊക്കെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, ക്ലിയർ ആകുകയാണെങ്കിൽ, ഹോർമോസൊക്കെ തുറന്ന് ക്ലിയർ ആകുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ആവശ്യം പോലെ സാധനം വരും, റേറ്റൊക്കെ കുറയും, ചൈനയൊക്കെ ഓപ്പൺ ആയാൽ ഇന്ന് ഒരുപാട് മെച്ചം വരികയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ സംഭവിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സ്കോർ. വേൾഡ് ഗെയിം സെൻറ്റർ ഉടമ അസീസ് CP-യുമായിട്ടുള്ള സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസീസും സഹോദരൻ ഷംസുദ്ദീനുമാണ് ഇതുവരെ നമ്മളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചത്. അവർക്ക് പ്രത്യേകം നന്ദി.